ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് കണ്ടു നോക്കാം. അതിനായി പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml കപ്പിന് 1 കപ്പ് പാലാണ് വേണ്ടത്. ഈ പാലിൽ നിന്ന് ആദ്യം കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും കൂടാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തുടർച്ചയായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും. ഇത് നല്ല തിക്കായി വരുന്നവരെ ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഈ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഈ മിക്സ് നേരത്തെ നെയ്യ് സ്പ്രെഡാക്കി മാറ്റി വെച്ച ആ ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകൾ വശം നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കസ്റ്റാർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.